അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുസ്തഫ ഫാക്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് CH മുസ്തഫ കുറച്ച് കാലമായിട്ട് ബലി ഉളുഹിയ്യത്ത് പാടില്ല, അത് ക്രൂരതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു മൃഗങ്ങളെ ബലിയർക്കാൻ പറയുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞാനിത് കുറച്ച് കാലമായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ ആരും തെളിവുമായി വന്നിട്ട് ഇതിനെ വിമർശിച്ചിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ തെളിവുമായിട്ട് വരാൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. CH മുസ്തഫ അദ്ദേഹം ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ഇത് എതിർക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഖുർആനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് തട്ടിവിടുന്നുമുണ്ട്. അദ്ദേഹം അതിനെ ഉദ്ധരിക്കുന്ന ആയത്ത് ഏതാണ്? സൂറത്ത് ഹജ്ജിലെ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അതിൻ്റെ ആ ബലിമൃഗത്തിൻ്റെ മാംസരക്താദികൾ അള്ളാഹുവിങ്കലെത്തില്ല. അത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് ഇതുകൊണ്ട് വലിയ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ പ്രയോഗത്തിൽ നിന്ന് ബലി നിരോധിക്കാൻ ഉള്ളതാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടിയത്? അദ്ദേഹത്തിന് തോന്നിയതുപോലെ പറയാം, ഖുർആൻ ഓതുക, എന്നിട്ട് എനിക്കെന്താ എൻ്റെ തൊള്ളയിൽ വന്ന് പറഞ്ഞുകൂടെ എന്ന് അദ്ദേഹത്തിന് ചോദിക്കാം. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ പ്രയോഗം ബലി നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് എന്ന് കിട്ടിയത്? എന്തടിസ്ഥാനത്തിൽ? ഭാഷാപരമായിട്ട് തെളിയിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാന്ദർഭിക തെളിവിൽ നിന്ന് അത് തെളിയിക്കാൻ കഴിയുമോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അദ്ദേഹം പറയണതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ബിർറ് നേടുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഹത്താന്നുള്ളതിന് ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിച്ചാലും നേടാൻ കഴിയില്ല എന്ന് അർത്ഥം പറയാം. അങ്ങനെ ഹത്തൊക്കെ അർത്ഥമുണ്ട്. നിങ്ങളങ്ങനെ ചെലവഴിച്ചാലും നിങ്ങൾക്ക് ബിർറ് നേടാൻ കഴിയൂല. അപ്പോൾ അത് വെച്ചിട്ട് ഒരാൾക്ക് പറയാം, ഖുർആൻ ഇതാ ഇംഫാക്കിനെ, അതായത് ധനവ്യയത്തെ തടഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള ഖുർആനിലെ ലൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നത് തമാശ, അദ്ദേഹത്തിൻ്റെ പിഴവ് സംബന്ധിച്ചായിരിക്കും. അദ്ദേഹത്തിനെ ആക്ഷേപിക്കില്ല. ഭൂതകാലക്രിയയിൽ ലന്ന് വരുന്ന, യഥാർത്ഥത്തിൽ ഭൂതകാലക്രിയയിലല്ല ലന്ന് വരാം, ഭാവി കാലക്രിയയിലാണ്, മുസ്തഖബിലാണ്, മുദാരിയിലാണ്. അദ്ദേഹത്തിൻ്റെ നാക്കുപേയാണ് എന്ന് നമുക്ക് സമാധാനിക്കാം. അത് പോട്ടെ. പക്ഷേ ഈ ലൻ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലായിടത്തും അത് നിരോധിച്ചതാണ് എന്നെങ്ങനെയാണ് അദ്ദേഹം പറയാം? ഖുർആനിന് സമാനമായ ഒന്നിനെ പറ്റി കൊണ്ടുവരാൻ പറയുന്നുണ്ടല്ലോ. വൈൻ കുന്തും ബി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബി സൂറത്തിൻ മിസ്ലിഹി. നമ്മളുടെ ദാസന് നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സമാനമായ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഖുർആൻ പറഞ്ഞത് എന്താ? ഫഇൻ ലം തഫ്അലൂ, നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് പറഞ്ഞു വലൻ തഫ്അലൂ, അവിടെയും ലന്നാണ് ഉപയോഗിച്ചത്. വലൻ തഫ്അലൂ, നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധ്യമാവുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം അനുസരിച്ച് നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് ഖുർആന് നിരോധിക്കുകയാണ്. ഖുർആന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഖുർആൻ വെല്ലുവിളിക്കുകയും എന്നിട്ട് ഖുർആൻ അത് തടയുകയും നിരോധിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ തോന്നിയതുപോലൊക്കെയാണ് ഖുർആനിന് വ്യാഖ്യാനം പറയണമെങ്കിൽ ഒരു നിർവാഹമില്ല. അങ്ങനെയുള്ള ആളുകളോട് എന്ത് ഖണ്ഡനത്തിന് വരാനാണ്? വിച്ചുമ്പയും പറയാറില്ല മനുഷ്യനെ സംബന്ധിച്ച്. ഒരു വയസ്സിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ മനുഷ്യന് വാർദ്ധക്യത്തിലെത്തുമ്പോൾ പിച്ചുമ്പയും പറയും. ഇതുപോലെ എന്തെങ്കിലും തൊള്ളേ വന്നതൊക്കെ വിളിച്ച് പറയുന്ന ആളുകളോട് എന്ത് സംവദിക്കാനാ? അതുകൊണ്ട് അദ്ദേഹം അതൊരു വലിയ മികവായിട്ട് പറയേണ്ടതില്ല. പക്ഷേ അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ എന്നതിൽ ഖുർആൻ ഇവിടെ ബലി നിരോധിച്ചിരിക്കുന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത്? അത് ഖണ്ഡിതമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും എന്നാണ് അദ്ദേഹം തെളിയിക്കേണ്ടത്. ഇനി അദ്ദേഹം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ
ഖുർആന് ബഹീമത്ത് പറഞ്ഞാൽ എന്താണ്? നാൽക്കാലികൾക്കാണ് പറയുക, ആട് മാട് ഒട്ടകങ്ങൾക്ക് ബഹീമത്തുൽ അൻആം എന്ന് പറയും. ഈ ബഹീമത്തുൽ അൻആമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ഉഹില്ലത്ത് ലക്കും ബഹീമത്തുൽ അൻആം, അനുവദിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്താണ്, എങ്ങനെ അനുവദിച്ചു എന്നാ? അതിനെ വളർത്താൻ അനുവാദമുണ്ട് എന്നാണോ? അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒഴിവാൻ ഭൂമി ഒഴിവാൻ വേണ്ടി ഉപയോഗിക്കാമെന്നാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാമെന്നാണോ? ഏതടിസ്ഥാനത്തിലാണ് ഖുർആൻ പറഞ്ഞത്? ഉഹില്ലത്ത് ലക്കും ബഹീമത്തുൽ അൻആമി, അവിടെ അതിൻ്റെ മാംസം തിന്നാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാ. അപ്പോൾ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു കാരുണ്യവാനാണല്ലോ. ഈ മനുഷ്യനോട് നിങ്ങൾക്ക് മൃഗങ്ങളെ അറുത്ത് തിന്നാം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാഹു എന്താ രക്ഷസോ, രക്തരക്ഷസോ? അപ്പോൾ ഇവിടെ എന്താ ഈ ചോദ്യം പ്രസക്തമല്ലേ? അള്ളാഹു എന്താ രക്തരക്ഷസോ? മനുഷ്യന് മൃഗങ്ങളെ അറുത്ത് തിന്നാൻ വേണ്ടി അനുവദിക്കാം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അറക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടി അറക്കാം, കച്ചവടത്തിന് വേണ്ടി അറക്കാൻ പറ്റൂലെന്ന്. അങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, കച്ചവടത്തിന് വേണ്ടി അറക്കാൻ പറ്റൂല എന്നുള്ളത്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു പോത്തിനെ അറക്കുന്നത് അദ്ദേഹത്തിന് തിന്നാൻ വേണ്ടി അദ്ദേഹം പോത്തിനെ അറക്കാറുണ്ടോ? അദ്ദേഹത്തിന് തിന്നാൻ വേണ്ടി അദ്ദേഹം ആടിനെ അറക്കാറുണ്ടോ? അദ്ദേഹം എവിടെ നിന്നാണ് മാംസം വാങ്ങാറുള്ളത്? അപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടതെന്നാണ്. ഇതും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ യാതൊരു അർത്ഥമില്ലാത്ത ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണത്. പോത്തിനെ താങ്കൾക്ക് അറക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടി അറക്കാറുണ്ടോ? ആടിനെ അറക്കാറുണ്ടോ? കോയിനെ പിന്നെ അറക്കാം. കാരണം കോയിന് ഒരു ദിവസത്തിൽ 1-2 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ തിന്ന് തീർക്കാൻ കഴിയും ഒരു വ്യക്തിക്ക്. ഒരു കുടുംബത്തിനാണെങ്കിൽ ഒരാടിനൊക്കെ അറുത്താൽ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തിന്ന് തീർക്കാൻ നിൽക്കാം. പോത്തിനെയോ താങ്കൾ മാർക്കറ്റിൽ നിന്നാണോ മാംസം വാങ്ങാറുള്ളത്? ഇതൊക്കെ അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ഒന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തില്ല. അപ്പോൾ അദ്ദേഹം പറയും അത് പ്രകൃതിപരമാണ്, പ്രകൃതിയുടെ നിയമമാണ് എന്ന് പറഞ്ഞാൽ സിംഹം മാനിനെ കൊന്നു തിന്നുന്നു, കുറുക്കൻ കോഴിയെ പിടിക്കുന്നു, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തെളിവ്. അപ്പോൾ മനുഷ്യന് കോഴിയെ പിടിക്കാം അല്ലേ, ആടിനെ പിടിക്കാം, അതുപോലെ മാനിനെ പിടിക്കാം, എന്നാൽ കുറുക്കനെ പിടിച്ചൊന്നൂടെ, സിംഹത്തെ പിടിച്ചൊന്നൂടെ? പ്രകൃതിയല്ലേ. അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് പ്രകൃതിയിൽ ഉള്ളതൊക്കെ മനുഷ്യൻ്റെ നിയമമാണോ? മനുഷ്യന് അവൻ്റെ ധാർമ്മിക മേഖലകളിൽ അവൻ്റെ ഭക്ഷണ കാര്യമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ഒക്കെ അവിടെ പ്രത്യേകിച്ച് വല്ല നിയമമുണ്ടോ? അതോ ഈ ഹിംസ്ര ജന്തുക്കൾക്കുള്ള അതേ നിയമം തന്നെയാണോ ഈ രംഗത്തും മനുഷ്യനുള്ളത്? അതും അദ്ദേഹം പറയണം. അതേപോലെ തന്നെ അള്ളാഹു ഇവിടെ കാരുണ്യവാനല്ലേ? മൃഗങ്ങളെ അറുത്ത് തിന്നങ്ങളെ തീറ്റയ്ക്ക് വേണ്ടി അതിന് അറുക്കാം, ബലി നൽകാൻ പാടില്ല. എനിക്ക് വേണ്ടി ബലി നൽകിയോട്ട് നിങ്ങൾ അറക്കാൻ പാടില്ല, നിങ്ങൾക്ക് തിന്നണമെങ്കിൽ അറുത്തോളൂ. ഇതാണല്ലോ അദ്ദേഹം പറയുന്നതിൻ്റെ താല്പര്യം. ഇനി ബലി നൽകണത് എന്തിനു വേണ്ടിയാണ്? അത് കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടിയാണോ? മനുഷ്യന് വേണ്ടി തിന്നാൻ വേണ്ടിയല്ലേ? ഇനി അദ്ദേഹം പറയുന്നത് മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഇവരൊക്കെ ഒരു മഹല്ലിൽ 100 പരം മൃഗങ്ങളെ അറുത്ത് കളയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചില മഹല്ലുകളിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആ മഹല്ലിലുള്ള ആളുകൾക്ക് ആഴ്ചകളോളം ഉപയോഗിക്കാൻ പാകത്തിൽ മാംസം കിട്ടുന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ കേരളത്തിൽ തന്നെ മുസ്തഫക്കറിയോ ഒരു മാംസക്കഷ്ണം പോലും കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്, കേരളത്തിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി കേരളം പോട്ടെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളില്ലേ? ഇന്ത്യയിലെ പുറത്ത് ആഫ്രിക്കൻ നാടുകളിലൊക്കെ വിശേഷിച്ചും ഇങ്ങനെയുള്ള പ്രദേശങ്ങളില്ലേ? ഇവിടെയൊക്കെ ഈ ഉദ്ഹിയ്യത്ത് നിരോധിക്കണം എന്നാണോ മുസ്തഫ പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ഉദ്ഹിയ്യത്തിന് നിങ്ങൾ ചിലവഴിക്കണ സംഖ്യ ഞങ്ങൾ 4 കൊല്ലമായി ഇത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു. ഒരു ഇസ്ലാമിൽ പറഞ്ഞ ഒരു സംഗതി അതിനു വേണ്ടി ചിലവഴിക്കുന്നതിന് പകരം മറ്റൊരു സംഗതിക്ക് വേണ്ടി ആ നിയ്യത്തോടു കൂടി ചെയ്താൽ ആ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് പ്രതിഫലം നൽകാം എന്ന് അല്ലാഹു റസൂലോടെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സമ്പത്ത് ചിലവഴിക്കുക, അതുപോലെ തന്നെ ജനങ്ങളുടെ പട്ടിണിയും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുക, ഇതിലിവിടെ മുസ്ലിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഈ സംഘടനകളൊന്നും. എന്താണ് ഈ പറയുന്നതിന് താല്പര്യം?
അപ്പോൾ ആളുകളെ പിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ, എന്നിട്ടോ അത് വളരെ വികാരപരിതനായിട്ടാണ് മൂപ്പർ പറയണത്. അത് പറഞ്ഞു കേട്ടാൽ തോന്നുന്നു ഇതൊക്കെ മൂപ്പർ ആത്മാർത്ഥമായി പറയണതാണ്. യഥാർത്ഥത്തിൽ മുസ്തഫയുടെ ഉള്ളെന്താണ് അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം തലശ്ശേരി കോടതിയിൽ തൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്കെതിരിൽ, അങ്ങനെ തന്നെ ഞാനത് പറയുള്ളൂ, കാരണം അദ്ദേഹം ഇതിലൊക്കെ നടത്തുന്ന തട്ടിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം 2 തലാഖും ചൊല്ലിയതായിട്ട് അവിടുത്തെ പള്ളി കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്, കത്തിൻ്റെ കോപ്പി. അദ്ദേഹം ആ പെണ്ണിനെ തിരിച്ചെടുത്തിട്ടില്ല. അങ്ങനെ 2 പ്രാവശ്യം തലാഖ് ചൊല്ലിയതിന് ശേഷം ആണ് അദ്ദേഹം ആ പെണ്ണിനെതിരെ തലശ്ശേരി കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിൽ പിന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല മൂലത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ 8 കൊല്ലമായി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ്. എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ പിന്നെ തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ മുജാഹിദിൻ്റെ പിന്നെ മദ്രസയിൽ ചേർത്തി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിനുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് മനസ്സിലാക്കാം. ഇത് തെളിയിക്കേണ്ടി വന്നാൽ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ രേഖയുണ്ട്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. മുസ്തഫയും അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകളും മനസ്സിലാക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പിന്നെ തിരിച്ചു വരാം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.